എന്നെ ഒന്ന് ഡിസ്കൗണ്ട് അടിച്ചേരെ. അണ്ണ എവിടെ നിക്കുന്നുണ്ടോ? ഞാൻ സിറ്റിക്കകത്തുണ്ട്. വാ വാ. ദൈവത്തിലൂടുണ്ടോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൺഫ്യൂസ് ചെയ്യാനുണ്ട്. ദൈവം കൂടെ ഉണ്ടോ? നമ്മുടെ ദൈവം കൂടെ ഉണ്ടോ? നമ്മുടെ വാസുവിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ദൈവത്തിനെ ദൈവം ഒന്ന് വണ്ടിക്കകത്ത് കയറും. ദൈവം ഒന്ന് വണ്ടി കയറേ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. നമ്മൾ തെറ്റ് ചെയ്താൽ അപ്പൊ തിരുത്തണമെന്നില്ല. അപ്പൊ ദൈവമേ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ ഞാൻ ഈ സിറ്റിയിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ സിറ്റി നിങ്ങൾ 11 പേര് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇവിടെ എന്താ പരിപാടി എന്ന് എനിക്കറിയത്തില്ല. പല വട്ടം ഞാൻ കയറാൻ നോക്കി, കയറാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ നിരുത്സാഹപ്പെട്ട് അവസാനം ഇങ്ങനെ പാട്ട് കേട്ട് ഒന്നും ചെയ്യാതില്ലാതായപ്പോ ഞാൻ അധോലോകത്ത് വേറൊരു ഗെയിമിൽ കയറി. അത് കയറി കളിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കുറെ പേര് വന്നിട്ട് പറഞ്ഞു സിറ്റി അപ്പായി. അങ്ങനെ സിറ്റി അപ്പായ സാഹചര്യത്തിൽ എന്റെ വെടിയൊന്നും കൊള്ളുന്നില്ല അതിനകത്ത്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു ഫ്രസ്ട്രേറ്റഡ് ആണല്ലോ. വെളിയിറങ്ങണോ ദൈവത്തിന്? നല്ലത് കേക്കാവോ? അങ്ങനെ വെടിയൊന്നും കൊള്ളാതെ ഫ്രസ്ട്രേറ്റഡ് ആയി നിൽക്കുന്ന സമയത്ത് സിറ്റി അപ്പായി എന്ന് പറയുന്ന മെസ്സേജ് വന്ന സമയത്ത് ഞാൻ അബദ്ധവശാൽ ഈ സെർവറിനെ, ഈ പുണ്യപുരാണമായ സെർവറിനെ ലേശം ലെവലിൽ ഒന്ന് ഡീഗ്രേഡ് ചെയ്തു. കേദിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ പ്രശ്നമില്ല. അല്ല, കേറിക്കുന്നൊന്നുമില്ല, ഞാൻ പറയാൻ കേക്ക്. അങ്ങനല്ല, ഞാൻ പറയുന്ന മൊത്തം കേക്കൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പദപ്രയോഗം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെർവർ തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഇഷ്ടത്തിന് വേണം നമ്മൾ കളിക്കാനോ അതോ നമ്മുടെ ഇഷ്ടത്തിന് അവിടെ കയറി കളിക്കാനോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചായിരുന്നു. ഞാൻ കുറച്ച് ആക്രോശിച്ചു, മനസ്സിലായോ? എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ ഇഷ്ടത്തിന് നമ്മൾ കയറി കളിക്കണോ നമ്മുടെ ഇഷ്ടത്തിന് നിങ്ങൾ തുറന്നു വെച്ചേക്കോ എന്നുള്ള രീതിക്ക് പറ്റാത്തതാണ്. പക്ഷെ എനിക്ക് ആ സാഹചര്യത്തിൽ ഞാൻ കുറച്ച് ആക്രോശിതനായി, മനസ്സിലായോ? അതിൽ ഞാൻ ദേഷ്യപ്പെട്ടു. അപ്പൊ ഞാനതിൽ കുറച്ച് കേൾക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങളുടെ കയ്യിരിക്കുന്ന കേസല്ലല്ലോ ഇത്. കുറെ ശ്വാനപുത്രന്മാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നും പറഞ്ഞിട്ട് നിങ്ങളുടെ ഇരിക്കുന്ന കേസല്ല. പട്ടിമക്കൾ. അപ്പം പോയോ അങ്ങേര്? അപ്പം അതിൽ ഞാൻ കേറിക്കുന്നുണ്ട് കേട്ടോ. അത് നാളെ ഇനി ക്ലിപ്പായിട്ട് വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞ മനസ്സിൽ എന്റെ തെറി വിളിക്കരുത്. എന്റെ ഉദ്ദേശശുദ്ധി ഇതായിരുന്നു ഞാൻ തെളിയിച്ചേ. അല്ല, ഇത് ക്ലിപ്പായിട്ട് കൊടുക്കാം, അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇത് അപ്പൊ ടർഫ് റീഷെഡ്യൂൾ ചെയ്തു, നാളേക്ക് മാറ്റി. ഇതേ സംഭവം ജോക്കി പറഞ്ഞ പോലെ ഒരു ശാനപുത്രൻ ആ സംഭവം അല്ലേ? ശാനപുത്ര അടികൾ വരുന്നുണ്ടല്ലേ? ഷാനിന്റെ പിറന്നവന്മാരാണ് അതൊക്കെ. ഞാൻ പോയിട്ടോ. ഇതിപ്പോ നമ്മൾ രണ്ടുപേരും കൂടെ എന്തിനു കാണിക്കുക? ഇതിപ്പോ അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ജോക്കി, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ രണ്ടുപേരും പോരെ? അത് മതി ആവശ്യമുള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ സിറ്റിക്കകത്ത് PA സെർച്ച് നടക്കുന്ന സമയത്ത് ഒന്ന് വിളിക്കാം. അല്ല, ദൈവമേന്ന് വിളിച്ച് വരാനായിട്ട് ഞാൻ അപ്പാപ്പനല്ല കേട്ടോ. ഞാൻ മെസ്സേജ് ഒക്കെ ഇടണം. ഒരു മിനിറ്റ്. നിനക്ക് കുറ്റം വല്ലതും ഉണ്ടോ? ഇല്ല, എനിക്ക് കുറ്റസമ്മതമൊന്നുമില്ല. ഞാൻ ഈ സെർവറിനെ പറ്റി നല്ലതല്ല പറയത്തുള്ളൂ. നല്ലത് പറഞ്ഞാണ് ഈ സെർവർ ഇങ്ങനെ ആയത്. ദൈവം വന്ന് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ വെള്ളം ഉണ്ടോ ജോക്കി കയ്യില്? ഉണ്ട്. അയ്യോ, എനിക്ക് വെള്ളം കുടിക്കണം. വീഴല്ലേ. ഇത് എവിടാ? ഇത് എന്ത് ചെയ്ത്? ദൈവമേ, എനിക്ക് ഒരു കാര്യം കൂടെ ബോധിപ്പിക്കാറുണ്ട്. അതായത് ഇത് നിങ്ങളുടെ സിറ്റി സൈഡ് വന്നൊരു ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തിന്റെ അടുത്ത് ബോധിപ്പിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ടർഫിന്റെ ഓപ്ഷൻ നടന്നത്. എന്നാണ് ടർഫിന്റെ ഓപ്ഷൻ? തിങ്കളാഴ്ച വൈകുന്നേരം 10:20 10:30 ഇടയ്ക്ക് ഞാൻ ഓപ്ഷന് പോയി.
ഓപ്ഷന് പോയ സമയത്ത് 10:25 ആയപ്പം ജോക്കി പറഞ്ഞ ആ ശ്വാനപുത്രൻ ഈ സെർവർ ഡീഡോസ് അടിച്ച് ഡൗൺ ആക്കി. ഈ ഡീഡോസ് അടിച്ച് ഡൗൺ ആക്കിയ അതേ സമയത്ത് നമ്മൾ ഈ ഓപ്ഷന് പോകുന്ന സമയത്ത് കയ്യിൽ ഗണ്ണും ബുള്ളറ്റും ഒന്നും എടുക്കില്ലെന്ന് പറഞ്ഞില്ല. എടാ മണി ട്രിപ്പിന്റെ വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വണ്ടിക്കകത്ത് എടുത്ത് വെച്ചതും ഞാൻ ഫ്രണ്ടിലോട്ട് കാല് വെച്ചതും സെർവർ അടിച്ചു പോയി. തിരിച്ചു വന്നപ്പോ വണ്ടി ഇല്ല. അതിന്റെ POV ഉണ്ടെങ്കിൽ ചിലപ്പോ കിട്ടും, ഭാഗ്യം ഉണ്ടെങ്കിൽ അതൊരു കാര്യം നമുക്ക് കള്ളം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അതല്ല ജോക്കി, ഒറ്റൊരു കേസ് ഉണ്ട്. നമ്മളിവിടെ സെർവർ അനൗൺസ്മെന്റ് ഇട്ടിട്ടുണ്ട് പുറത്ത്. അതായത് വെഹിക്കിളിൽ വെച്ച് എന്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും സെർവർ റെസ്പോൺസിബിൾ അല്ല എന്നുള്ളത് ഓൾറെഡി നമ്മൾ പുഷ് ചെയ്തിട്ടുള്ള ഒരു അതാ പറഞ്ഞ അതിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം. അത് 250 ഗണ്ണുള്ള ഞാൻ ഒരു ഗണ്ണിന് വേണ്ടിട്ട് കള്ളം പറയാൻ തോന്നുന്നുണ്ടോ? അല്ല, അത് എനിക്ക് മനസ്സിലായി, സംഭവം എനിക്ക് മനസ്സിലായി. HT ദൃശ്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് നോക്കാം, സംസാരിക്കാം.